കേരള ദളിത് ഫെഡറേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. KDF തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആന്റണി ജോൺസന്റെ അധ്യക്ഷതയിൽ ആറ്റിങ്ങൽ കുമാരി ഗാർഡൻസിൽ നടന്ന കൺവെൻഷൻ KDF സംസ്ഥാന പ്രസിഡന്റ് രതീഷ് ചേലക്കര ഉദ്ഘാടനം ചെയ്തു. വർത്തമാന കേരളത്തിൽ ദളിത് സമൂഹം നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ പോരാടുവാൻ സംഘടന ശക്തിപ്പെടുത്തേണ്ട സമയമാണെന്നും രതീഷ് ചേലക്കര പറഞ്ഞു. കേരള ദളിത് ഫെഡറേഷൻ ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന സംഘടന പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കും ദളിത് ക്രൈസ്തവർക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് കേരള ദളിത് ഫെഡറേഷൻ ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന സംഘടന. എന്താണ് സംഘടന കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുക, അല്ലെങ്കിൽ എന്താണ് സംഘടന കൊണ്ട് ഞങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ ആലോചിക്കേണ്ട വിഷയം. ഈ വിഭാഗം ഇന്ന് ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ദളിതർക്ക് നേരെയുള്ള അക്രമങ്ങൾ എല്ലാ ദിവസവും ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംഘടന എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റിത്തരുന്ന ഒരുപാട് നേതാക്കന്മാർ ആണ് എന്ന് വിചാരിക്കരുതാരും. സംഘടന ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയുടെ ഉദ്ദേശ്യം ഉണ്ടായിരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആന്റണി സാർ ഇവിടെ നടത്തുന്ന ഈ പരിപാടി ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്യുന്നതും ഒപ്പം തന്നെ ചികിത്സയിലിരിക്കുന്ന ക്യാൻസർ കിഡ്നി രോഗികൾക്കുള്ള ചെറിയ ചികിത്സാ ധനസഹായമൊക്കെ കൊടുക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള ദളിത് ഫെഡറേഷൻ എന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ KDF സംസ്ഥാന സെക്രട്ടറി PG പ്രകാശ് പറഞ്ഞു. നമ്മുടെ സംഘടനയുടെ സ്വഭാവത്തെക്കുറിച്ച്, നമ്മൾ എങ്ങനെയാണ് ഇവിടെ കൂട്ടായ്മ നടത്തിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഹ്രസ്വമായ വാക്കുകൾ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം ജനത എത്രയോ ദശാബ്ദങ്ങളായി ഈ മണ്ണിൽ ജീവിച്ച് ജീവസന്ധാരണത്തിന് മാർഗമില്ലാതെ വഴി നടക്കുവാൻ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്തൊരു സമൂഹമായി നൂറ്റാണ്ടുകളോളം കഴിഞ്ഞുകൂടപ്പെട്ട ഒരു ജനതയാണ് കേരളത്തിലെ ആദിമ ജനവിഭാഗം, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗം. അവരുടെ സമുദ്ധാരണത്തിന് വേണ്ടിയാണ് കേരള ദളിത് ഫെഡറേഷൻ പ്രവർത്തിക്കുന്നത്. വേദമന്ത്രങ്ങൾ കേട്ടാൽ കേൾക്കുന്ന ആളുടെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുവാൻ നിർബന്ധിക്കപ്പെട്ട സമൂഹം, 64 അടി പൊതുവഴിയുടെ നിന്നും 64 അടി ദൂരെ മാത്രം സഞ്ചരിക്കുവാൻ വേണ്ടി വിധിക്കപ്പെട്ടൊരു സമൂഹം. ആ സമൂഹം ഇന്ന് പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ന് നിലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എയ്ഡഡ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ നിയമനങ്ങൾ നടത്തുന്നത്, അധ്യാപകരെ നിയമിക്കുന്നത് സ്വകാര്യ വ്യക്തികളാണ്, മാനേജ്മെൻറ്റുകളാണ്. പക്ഷേ ഈ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മുടെ ഖജനാവിലെ പണമാണ്. അപ്പോൾ ഖജനാവിലെ കോടിക്കണക്കിന് രൂപ ശമ്പളം നൽകിക്കൊണ്ട് എയ്ഡഡ് വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കുമ്പോൾ ധാരാളം ആളുകൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യം അല്ല അർഹതപ്പെട്ട സംവരണം ലഭിക്കാതെ നമ്മുടെ ആളുകൾ വഴിയാധാരമാക്കപ്പെടുക. പൊതുവിദ്യാഭ്യാസ രംഗത്തു നിന്നും മാറി സ്വകാര്യ വിദ്യാഭ്യാസ രംഗവും അതുപോലെ തന്നെ എയ്ഡഡ് വിദ്യാഭ്യാസവും നമ്മുടെ സമൂഹത്തിന് ലഭ്യമാക്കുവാൻ വേണ്ടിയും ഇനിയും പോരാട്ടങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒട്ടനവധി തലങ്ങളിൽ നമുക്ക് പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് പോകണം. ജില്ലാ കൺവെൻഷനോടനുബന്ധിച്ച് സാധുജനങ്ങൾക്കുള്ള ഭക്ഷ്യദാന കിറ്റ് വിതരണം KDF സംസ്ഥാന ജനറൽ സെക്രട്ടറി M കണ്ണപ്പൻ നിർവഹിച്ചു. നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായം KDF സംസ്ഥാന സെക്രട്ടറി CS ബിനു കോട്ടയം വിതരണം ചെയ്തു. കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി KP സുഗു, വൈസ് പ്രസിഡന്റ് PM തങ്കപ്പൻ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ മണ്ണിൽ ബേബി, ശങ്കർ രാജ്, A കുമാരൻ, രവി, K രാധാകൃഷ്ണൻ, വർഗീസ് തമ്പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡയറി കേരളം, ആറ്റിങ്ങൽ.